ഗവർണറും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വിവാദം എപ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, അതിൽ ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും. അതൊരു പ്രധാന വിഷയമാണ്. അതുപോലെ കേരളത്തോട് വിവേചനം കാണിക്കുന്നു, പണം ആവശ്യത്തിന് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ള വാദങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പലയിടത്തും തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ വാദമുഖങ്ങളും മുനകളുമായി ഉയരുന്നത്. രാജ്യത്ത് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ CA ജോസൂട്ടി വിലയിരുത്തുന്നു. സ്വാഗതം ശ്രീ ജോസൂട്ടി. ഈ തെരഞ്ഞെടുപ്പിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഒന്ന്, മോദി മൂന്നാം വട്ടം അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുന്നു. 400 എന്ന സംഖ്യയിലേക്കുമാണ് BJP ഉന്നം വെച്ചിരിക്കുന്നത്. രാജ്യത്ത് കോൺഗ്രസ് നിഷ്പ്രഭമായി പോകാനുള്ള സാധ്യതയിലേക്കും ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ BJP വേരുറപ്പിക്കുമോ? ഏത് തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക? നമ്മുടെ രാജ്യം 18ാമത് ലോക്സഭ പൊതു തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തു കഴിഞ്ഞു. അതിൻ്റെ പ്രഖ്യാപനങ്ങളും മറ്റുമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ കേരളത്തിൽ കൂടി വരുന്ന ചൂടിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഇലക്ഷൻ പ്രചരണ ചൂടുകൾ കേരളത്തിലും ഇന്ത്യയിലും ആകമാനം നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഭാഗത്ത് BJP നേതൃത്വം നൽകുന്ന NDAയും മറുഭാഗത്ത് ഇന്ത്യ എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യവും, മറ്റ് ചില പ്രദേശങ്ങളിൽ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള മുന്നണികളും പാർട്ടികളുമൊക്കെ മത്സരിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ BJP മൂന്നാം തവണ അധികാരത്തിൽ എത്തും എന്ന പ്രതീക്ഷയോടുകൂടി മോദി ഗ്യാരണ്ടി, മോദിയുടെ ഉറപ്പ് എന്ന മുദ്രാവാക്യം മുഴക്കി 400-ൽ പരം സീറ്റ് നേടി ഇന്ത്യയിൽ തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒരു സൈഡിൽ നടക്കുന്നു. എന്നാൽ അങ്ങനെ ഇന്ത്യ BJPക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു സഖ്യം. പക്ഷേ ആ സഖ്യത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പൊട്ടലുകളും ചീറ്റലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാലുമാറ്റങ്ങളും എല്ലാം നടന്നുകൊണ്ട് വളരെ ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് അതിൻ്റെ എല്ലാ മേളക്കൊഴുപ്പോടും കൂടി അരങ്ങേറുവാൻ പോവുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണെങ്കിൽ, ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയായതുകൊണ്ടാണ് അതിനെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ശബ്ദം തിരഞ്ഞെടുപ്പ് വേളകളിലാണ് ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെടുന്നത്, കേൾക്കുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന് പരിഹാരങ്ങൾ മാനിഫെസ്റ്റോയിലൂടെ നിർദ്ദേശിക്കുവാനും നയങ്ങളായും മറ്റുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ വിശ്വാസം, വോട്ട് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ നിരവധിയായ പ്രശ്നങ്ങൾ, നിരവധിയായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, വാഗ്ദാനങ്ങൾ, മുന്നണി പോരാട്ടങ്ങൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPക്ക് ശക്തമായ ഒരു സാന്നിധ്യം കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ UDFും LDFും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിലും പല സീറ്റുകളിലും BJPക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഒരു നിശ്ചിത ശതമാനം വോട്ട് BJPക്കുണ്ട്. ആ വോട്ട് ആര് ജയിക്കും ആര് തോക്കും എന്നത് തീരുമാനിക്കും. ചില മണ്ഡലങ്ങളിൽ BJPയുടെ തന്നെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാൻ തക്ക രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതാണ്, അവർ വിജയിച്ചില്ലെങ്കിൽ കൂടിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ഒരു ദ്വിമുന്നണിയിൽ നിന്ന് ഒരു ത്രികക്ഷി മുന്നണിയിലേക്ക് കേരളം പോകുമോ, അതിന് ഈ ലോകസഭാ വേദിയാകുമോ, തെരഞ്ഞെടുപ്പ് വേദിയാകുമോ എന്ന വലിയ ചോദ്യങ്ങളൊക്കെയുണ്ട്. ആദ്യം നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാവുന്നത് എത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്, പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. വിവാദങ്ങൾ എല്ലായ്പ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിവാദമായി ഈ അടുത്ത കാലത്ത് കണ്ട 2-3 കാര്യങ്ങൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള
വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിൽ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്, തെറ്റാണ്, ആര് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും വലിയ രീതിയിൽ ന്യൂനപക്ഷ സാന്നിധ്യമുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതിന് വളരെ പ്രസക്തിയുണ്ട്. ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലും അതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ പല രീതിയിൽ ധ്രുവീകരിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രാമക്ഷേത്ര നിർമ്മാണം. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെ സംബന്ധിച്ചിടത്തോളം രാമൻ ദൈവമാണ്, അഭിമാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു. കാലാകാലങ്ങളായി BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തീകരിച്ചിരിക്കുന്നു. അതെപ്രകാരം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ അതിന് വലിയ ഒരു സാധ്യതയുണ്ട്. അതത്രമാത്രം കേരളത്തിലൊരു പ്രശ്നമായി തിരഞ്ഞെടുപ്പുകൾ ഉന്നയിക്കപ്പെടും. എനിക്ക് തോന്നുന്നത് ഹിന്ദുക്കളെല്ലാം രാമഭക്തന്മാരാണ് ഒരു പരിധിവരെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതെങ്ങനെ കേരളത്തിൽ പ്രതിഫലിക്കും? അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇലക്ടറൽ ബോണ്ടുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ വിശദ വിവരങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത്, അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ മോദിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു വരുന്ന ശക്തിയായി മാറ്റുവാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാദം. ഇന്ത്യയുടെ യശസ് ലോകരാജ്യങ്ങളുടെ ഇടയിൽ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു വികസന നായകനാണ്. രാജ്യസുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്ത്യക്കാരനെ അഭിമാനിക്കാൻ തക്ക രീതിയിലുള്ള പല നേട്ടങ്ങൾ കൈവരിച്ചു. ഇനിയും അത്തരം നേട്ടങ്ങൾക്ക് മോദിയുടെ ഉറപ്പുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ പ്രധാനമന്ത്രിയുടെ പേരിലും അല്ലാതെയുമൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ കർഷകർക്കാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ സെൻട്രൽ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എപ്രകാരം ജനങ്ങൾക്ക് ഗുണകരമായി അല്ലെങ്കിൽ ദോഷകരമായി അതിൻ്റെ ആനുകൂല്യങ്ങളെ ജനങ്ങൾ വിലമതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണോ കാണുന്നത്? അത്തരം കുറേയധികം വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവർണറും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വിവാദം എപ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, അതിൽ ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും. അതൊരു പ്രധാന വിഷയമാണ്. അതുപോലെ കേരളത്തോട് വിവേചനം കാണിക്കുന്നു. പണം ആവശ്യത്തിന് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ള വാദങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പലയിടത്തും തിരഞ്ഞെടുപ്പ് വേദികളിൽ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ വാദമുഖങ്ങളും മുനകളുമായി ഉയരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJPയെ ഇരുമുന്നണികളും താലോലിക്കുന്നു അല്ലെങ്കിൽ അവരെ വളരുവാൻ സഹായിക്കുന്നു എന്ന് UDF LDFും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ നിന്നാർക്കാണ് ഒരു തിരഞ്ഞെടുപ്പ് ഗോധയിൽ മൈലേജ് ഉണ്ടാക്കുവാൻ സാധിക്കുക എന്ന ചോദ്യവും വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവർ പരസ്പരം പഴിചാരുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് CPMും LDFും പറയുന്നു കോൺഗ്രസ്സാണ് BJPയെ പ്രോത്സാഹിപ്പിക്കുന്നു, BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്ന് പറയുന്നു. അതേസമയം മറിച്ച് കേരള സർക്കാരിനെതിരെ ഉയരുന്ന പല അഴിമതി ആരോപണങ്ങളിലും, അത് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിലുമൊക്കെ ഗവൺമെൻറ്റുമായി ഒരു രഹസ്യ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ തുടരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് BJPയും CPMും തമ്മിലുണ്ട് എന്ന വാദം മറുഭാഗത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നു. അപ്പം ഈ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടും. അത് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യും. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന പ്രകാരമാണ് ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കിട്ടിയിട്ടില്ല, അത് സമയത്ത് കൊടുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെയുള്ള മറ്റ് ഒട്ടനവധി ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസമാണെങ്കിൽ ശമ്പളം കൃത്യസമയത്ത് കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ മറ്റ് പൊതുവിതരണ സംവിധാനത്തിൻ്റെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലുമൊക്കെ കൃത്യസമയത്ത് സാധനങ്ങൾ ആവശ്യത്തിന് കിട്ടാതെ വരുന്നതായിട്ടുള്ള സാഹചര്യം. അതുപോലെ കേരയിൽ പോലുള്ള വൻകിട പദ്ധതികൾ വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ. അങ്ങനെ മൊത്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ. അത് രണ്ട് സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തൊഴിലില്ലായ്മയുണ്ട്, വിലക്കയറ്റമുണ്ട്, പെട്രോളിൻ്റെ വിലയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങൾ ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം
ഇനി ആര് ഭരിക്കണം? മുമ്പ് സൂചിപ്പിച്ചതുപോലെ BJP 400 സീറ്റ് ലക്ഷ്യമിടുമ്പോൾ കേരളത്തിലെങ്കിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി ദേശീയ രാഷ്ട്രീയത്തിൽ തുടരുവാൻ CPM ശ്രമിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ തങ്ങളുടെ കാല് ഇടറുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മുന്നേറ്റം കോൺഗ്രസ്സിന് അസാധ്യമാണ് എന്ന് ചില കണക്കുകളും പഠനങ്ങളൊക്കെ കാണിക്കുമ്പോൾ കേരളം പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ കാലുറപ്പിച്ച് മണ്ണ് ചോർന്നു പോകാതെ രാഷ്ട്രീയ സാന്നിധ്യമായി തുടരുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് മുന്നണികൾക്കും കേരളം വളരെ അനിവാര്യമാണ്. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ഒരു സീറ്റ് ലോക്സഭയിലേക്ക് വിജയിച്ചു. പണ്ട് ഒരു സീറ്റൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി BJP നേടിയിട്ടുണ്ടെങ്കിലും അതൊരു സ്ഥിര സ്വഭാവമാകുന്ന ഒരു രാഷ്ട്രീയ പാറ്റേൺ എന്നുള്ള രീതിയിൽ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ആകമാനം 300 മുതൽ 400 വരെ സീറ്റുകൾ നേടുവാൻ കെൽപ്പുള്ളൊരു പാർട്ടിക്ക് കേരളം പോലെയുള്ള വിദ്യാഭ്യാസത്തിലും മറ്റ് മാനുഷിക വികസന സൂചികകളിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന, പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനത്ത്, RSSന് ഏറ്റവും അധികം ശാഖകളുള്ള ഒരു സംസ്ഥാനത്ത് ഒരു പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് നേടിയെടുക്കുക എന്നുള്ളത് BJPയുടെ അഭിമാന പ്രശ്നമാണ്. അവരതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കോപ്പുകളും കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ അതിൻ്റെ പേരിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ചിത്രവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇരു മുന്നണികളുടെയും പ്രശ്നങ്ങൾ BJPയുടെ അഭിമാനമായി, പോരാട്ടമായി കേരളത്തെ കാണുന്ന സാഹചര്യം പ്രധാനമന്ത്രി തന്നെ ഇവിടെ പലവട്ടം വന്നിട്ടുണ്ട്. അതുപോലെ BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വരുന്ന നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കിയും പ്രചാരകരാക്കിയും ഒക്കെ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങൾ, പ്രചരണങ്ങളൊക്കെ ചൂടുപിടിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ നമുക്ക് കാണാൻ കഴിയും. ചൂടേറെയാണെങ്കിലും അതിനേക്കാൾ ചൂടേറിയ വാദങ്ങളും പ്രതിവാദങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ജനങ്ങളുടെ പ്രശ്നങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുമൊക്കെ വേദിയാകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ് ഈ 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ കേരളത്തിലെ കാര്യം പറയുമ്പോൾ എന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ LDF എത്ര സീറ്റ് കിട്ടും, UDF എത്ര സീറ്റ് കിട്ടും എന്നുള്ളൊരു ചോദ്യമല്ല. അതിനേക്കാൾ പ്രധാനമായിട്ട് ചോദിക്കുന്നത് BJP അക്കൗണ്ട് തുറക്കുമോ, തിരുവനന്തപുരത്ത് വിജയിക്കുമോ, തൃശ്ശൂർ വിജയിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്നത്. അതെ, നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എത്ര സീറ്റ് കിട്ടുന്നത് വലിയ പ്രശ്നമാണെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കുവാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? സാധ്യത തീർത്തും ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം അതിശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്തും അതുപോലെ തൃശ്ശൂരും നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ രണ്ടാമത് വന്നു. തൃശ്ശൂർ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാമത് വന്നത്. ആ ഒരു ശതമാനം മറികടക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ കഴിഞ്ഞ 2 പ്രാവശ്യവും BJP പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുമൊക്കെ പരാജയപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ പ്രത്യേക രീതിയിൽ വോട്ടിംഗ് നടന്നതുകൊണ്ടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ മറികടക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും. മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കഴിഞ്ഞ വർഷങ്ങളിലും അതുണ്ടായിരുന്നു, അതിനൊരു ചെറിയ വളർച്ച കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് അങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. മോദിക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടതിനേക്കാൾ കുറച്ചും കൂടെ ഒരു റേറ്റിംഗ് ഇന്ത്യ മൊത്തത്തിൽ വലിയ രീതിയിലുണ്ട്, കേരളത്തിലും അത് ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ BJPയുടെ ഒരു ചെറിയ ശതമാനം വോട്ട് വളർച്ച കഴിഞ്ഞതിൽ നമുക്ക് 12, 15 അങ്ങനെയൊക്കെയുള്ളൊരു ശതമാനമാണ് കാണുന്നത്. അതിൽ നിന്നൊരു 2, 3, 4 ശതമാനമൊക്കെ വോട്ട് BJPക്ക് കൂടുവാനുള്ളൊരു സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ മികവാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യം വളർന്നു, വികസനമുണ്ടായി, രാജ്യം വലിയ നേട്ടങ്ങളിലേക്ക് പോകുന്നു, നിങ്ങളുടെ ക്ഷേമങ്ങളും ജനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും എടുക്കും, അത് മോദിയുടെ ഉറപ്പാണ് എന്ന് പറയുമ്പോൾ കേന്ദ്രഭരണം ഒരു പരിധിവരെ വിലയിരുത്തപ്പെടുന്നൊരു സാഹചര്യം വരുമ്പോൾ BJPക്ക് കുറച്ച് വോട്ടുകൾ കിട്ടുവാനുള്ളൊരു സാധ്യതയുണ്ട്. ആ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ BJP രാജ്യം തൊട്ടാകെ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ ശക്തരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളുടെ 2 മണ്ഡലങ്ങൾ BJPക്ക് ചിലപ്പോൾ സാധ്യത ഇല്ല എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ ശക്തമായ മത്സരം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ ത്രികോണ മത്സരത്തിലും പിന്നീട് അവസാന ഘട്ടങ്ങളിൽ വരുന്ന നീക്കുപോക്കുകളുടെയും അടിയൊഴുക്കുകളുടെയൊക്കെ ഫലമായി അത് ആ ഫലം എപ്രകാരമായിത്തീരും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ തുല്യ ശക്തികളായി പോരടിക്കുമ്പോൾ അവിടെ ആരും വിജയിക്കാൻ ഉള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സാധ്യത ബി ജെ പിക്ക് ഉണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഒരു ലോക്സഭാ സീറ്റ് വിജയിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതൊരു പാറ്റേണായി വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ നമുക്ക് ഇല്ല എന്ന് പറയാം. പക്ഷേ ഒരു പാറ്റേണിൻ്റെ തുടക്കമായി മാറാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുവാനും കഴിയില്ല.